ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീം ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അത് വൈറ്റനിങ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ യൂസ് ചെയ്ത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ, കാരണം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് അളവ് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു 1 വീക്കിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഞാൻ അതിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ ചിയാ സീഡാണ് കേട്ടോ. അപ്പോൾ ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറു ചൂട് വെള്ളത്തിൽ വേണം നിങ്ങൾ ചിയാ സീഡ് കുതിർത്ത് വെക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു വലിയ സ്പൂണിന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിയാ സീഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്കൊരു ചെറു ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതൊന്ന് സോക്ക് ആവുന്ന സമയത്ത് വേണം എനിക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ചിയാ സീഡ് കംപ്ലീറ്റ്ലി കുതിർന്ന് വരണം കേട്ടോ. ആ ഒരു ലെവലിൽ വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാനായിട്ട്. ഏകദേശം കുറച്ചും കൂടെ വെള്ളം എനിക്ക് വേണം. നമ്മളിത് കുറച്ച് ദിവസം ഇരിക്കാനാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിയാ സീഡും വെള്ളം ഇതുപോലെ ഞാൻ എടുത്തത്. നിങ്ങൾ എത്ര ദിവസത്തേക്കാണോ ഇത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ദിവസത്തേക്കുള്ളത് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഏകദേശം 1 വീക്കിലേക്കുള്ള വൈറ്റനിങ് ക്രീമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡിന് ഏകദേശം ഒരു 4 to 5 ടേബിൾ സ്പൂൺ അതൊന്ന് കുതിർന്ന് ഇങ്ങനെ കിടക്കുന്ന രീതിയിലുള്ള ചെറു ചൂടുവെള്ളം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ 1 വീക്കിലേക്കുള്ള വൈറ്റനിങ് ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് അടുത്ത വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് ഇവിടെ തൊലി കളഞ്ഞ് വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിനാണെങ്കിൽ നിങ്ങൾ 3 അല്ലി എടുത്താലും മതി കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായി കട്ട് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഞാൻ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ടിന് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാനിലേക്ക് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 200 ml, അതായത് ഒരു ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കുക്കായി വരാനായിട്ട്. ഇത് കുക്കായി വരാൻ എത്രത്തോളം വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊക്കെ അളവൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം ഒരു 200 ml വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിത് ചെറു തീയിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ബോയിൽ ചെയ്ത് നമ്മൾ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിലേക്ക് ഇത് മാറ്റും. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ നന്നായിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെറുത് നന്നായിട്ട് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവണം. നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്യണം. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് അരച്ച പോലെ എടുക്കാനായിട്ടുള്ള നല്ല പേസ്റ്റ് പോലെ ഇതാക്കി എടുക്കണം. നമുക്കറിയാം ഉരുളക്കിഴങ്ങ് നമുക്ക് പിഗ്മെന്റേഷനും മെലാസ്മയ്ക്കും ഡാർക്ക് സ്പോട്ട്സിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് ഫൈൻ ലൈൻസിനെയും പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ നമുക്ക് കുരുക്കൾ, നമ്മുടെ മുഖത്തെടുത്ത് പിമ്പിൾസിനൊക്കെ മാറ്റും. കാരണം അതിനകത്ത് ആലിസിൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതൊക്കെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ മിക്സ് ആക്കി എടുത്തത്. നല്ലൊരു ക്രീമാണ് കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ബ്രൈഡൽ ആയിട്ടുള്ളവരൊക്കെ ഇറിറ്റേഷൻ വരാണ്ടിരിക്കാനായിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്ത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അരച്ചെടുക്കുന്നത്. നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് കുക്കാക്കി എടുക്കാൻ. അപ്പം നമ്മുടെ വൈറ്റനിങ് ക്രീമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല കൊഴുത്ത കൺസിസ്റ്റൻസിൽ വരും കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റിച്ച്, ഒരുപാട് വെള്ളം വറ്റിച്ചില്ല, നല്ലൊരു കുറുകിയ രീതിയിലേക്ക് ആക്കി എടുക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം ഉരുളക്കിഴങ്ങിന് ഞാൻ എടുത്തത് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഇത് നന്നായിട്ട് കുക്കായിട്ട് വരാനായിട്ട് ഞാൻ എടുത്തത്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ നേരത്തെ ഞാൻ ചിയാ സീഡും കൂടെ ഇട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗാർലിക്കും കൂടെ കുക്ക് ചെയ്ത് ഞാൻ ഈ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡ് നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിൽ ഇവിടെ ആയിട്ടുണ്ട്. ഇതിൽ ശരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ആ ചിയാ സീഡ് എടുത്ത സ്പൂണിൽ 10 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ജെല്ലി കൺസിസ്റ്റൻസിയിൽ ഇത് വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ വൈറ്റനിങ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിയാ സീഡും ആ ഉരുളക്കിഴങ്ങും ഗാർലിക് പാക്കിലേക്ക് ഞാൻ ചിയാ സീഡും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ മിക്സിയിൽ അരയാൻ പാടായിരിക്കും. ഞാൻ കാണിച്ച അതേ കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഓപ്ഷണലായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസും ചില പാക്കൊക്കെ ആദ്യം ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരില്ലേ, അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വേറൊന്നുമല്ല, ടീ ട്രീയുടെ ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ടീ ട്രീയുടെ ഓയിൽ എടുക്കാം. ഞാനിവിടെ 2 drops ഓഫ് ടീ ട്രീ ഓയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 വീക്കിലേക്കുള്ള പാക്കിൽ. ഇത് ഓപ്ഷനിൽ മാത്രമാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ടീ ട്രീ 2 drops കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾ നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് മിക്സിയിലിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് 1 വീക്കോളം യൂസ് ചെയ്യാം. ആദ്യത്തെ ഒരാഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീക്കിലി 2 or 3 ആയിട്ടത് മാറ്റാം. നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 1 വീക്കോളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. അതുപോലെ വെള്ളമയം ഒന്നും പാടില്ല. ഉണ്ടാക്കുമ്പോഴും നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴൊക്കെ വെള്ളമയം ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ 1 വീക്ക് ഇതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പുതിയ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ 1 or 2 drops ഓഫ് ടീ ട്രീ ഓയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കി കൺസിസ്റ്റൻസിലാണ് ഇത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രീമായിട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ പാക്കായിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ ഒരു പാക്കായിട്ട് അപ്ലൈ ചെയ്താണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ 1 വീക്കോളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് ഞാൻ ഫേസ് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അപ്ലൈ ചെയ്തും കൂടെ കാണിച്ചു തരാം. നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇത് എടുത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും തിക്നെസ്സിലെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം, എന്നാലേ അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഇത് അത്രയ്ക്കും നല്ലൊരു പാക്കാണ്. നിങ്ങളൊരു ഇപ്പോൾ ബ്രൈഡ് ആവാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് മസ്റ്റായിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്ന ഒരു പാക്കാണ്. ഞാൻ എൻ്റെ ഫേസ് ഫുള്ളി ഇത് അപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫേസ് ഫുള്ളി ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡ് പാലിൽ സോക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് പാൽ അലർജിയാണ്. എനിക്ക് അപ്പം പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ പാൽ ഒഴിവാക്കിയത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ കുക്ക് ചെയ്യാം. അലർജി അല്ലാത്തവർക്ക്, ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണ്, അതുപോലെ ഓയിൽ സ്കിന്നൊക്കെ ആണെങ്കിൽ പാൽ അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ഇത്രയും കട്ടിക്ക് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ജെല്ലി തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ സാധനം. ഭയങ്കര നല്ലതാണ്. ചിയാ സീഡ് നമ്മുടെ സ്കിന്നിന് എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ. ഇനി ഞാനിതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ഒന്ന് സെമി ഡ്രൈ ആയതിനു ശേഷം ഞാൻ നിങ്ങളിത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാവേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഗാർലിക്കിൻ്റെ സ്മെല്ല് വരുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ടീ ട്രീയുടെ കൂടെ ആഡ് ചെയ്തത്. നിങ്ങൾ ഒരുപാട് ഗാർലിക്ക് യൂസ് ചെയ്യരുത്. ഒരു മാക്സിമം ഒരു 3, അല്ലെങ്കിൽ കുഞ്ഞതാണെങ്കിൽ മാത്രം 5 ഒക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ 3 ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഭയങ്കര സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഗാർലിക്കിന്. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഗാർലിക് ഇറിറ്റേഷൻ വരത്തില്ല. നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡ്രൈ ആയിട്ട് കാണിച്ചു തരാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഫേസ് ഒന്ന് സെമി ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റ്സോളം ഞാൻ എൻ്റെ ഫേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 1 സൈഡ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കാം. നിങ്ങളെ ഞാൻ ലൈവ് റിസൾട്ട് കാണിച്ചു തരാവേ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ടെന്ന്. ഭയങ്കര നല്ല റിസൾട്ടാണ് കേട്ടോ. ഒറ്റ വൈപ്പിൽ തന്നെ, ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഭയങ്കര നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഭയങ്കര നല്ല. എൻ്റെ ബിഫോറിലെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ കളറും ഇപ്പോഴത്തെ എൻ്റെ കളറും നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര നല്ല ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് മസ്റ്റ് ആൻഡ് മസ്റ്റ് ട്രൈ പാക്കാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ റിവീൽ ചെയ്യുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. കണ്ടോ, ഭയങ്കര നല്ല റിസൾട്ടാണ്. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.